ഈ ജീവിതം അങ്ങടെ അവസാനിപ്പിച്ചാലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വിചാരിക്കും, ഈ ലോകത്തെ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ലല്ലോ കർത്താവ് നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സന്തോഷിക്കാവുന്ന സമയത്ത് മനസ്സ് തുറന്ന് അങ്ങോട്ട് സന്തോഷിക്കുക, ബാക്കിയൊക്കെ വരനെടുത്ത് വെച്ച് കാണാടോ. അതെ, ഒരു വലിയ കാലഘട്ടം മുഴുവൻ നമ്മെ സന്തോഷിപ്പിച്ച മഹാനായൊരു നടനാണ് ഇന്നസെൻ്റ്, അഥവാ മലയാള സിനിമയുടെ സ്വന്തം ഇന്നച്ചൻ. അച്ഛനായും ചേട്ടനായും വല്യച്ഛനായും അമ്മാവനായും അളിയനായുമൊക്കെ അദ്ദേഹം നമ്മുടെ മുന്നിൽ നിറഞ്ഞാടിയപ്പോൾ നാം ഓരോരുത്തരും ആ കഥാപാത്രങ്ങളെയും ഇദ്ദേഹത്തെയും ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കളിതമാശകളുടെ ഓളമില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ഇതെന്നുള്ളത് ജനമനസ്സുകളിൽ വല്ലാത്തൊരു ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇലക്ഷനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കഥകളും തമാശകളും എല്ലാം ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ചിരി എന്ന വാക്കിന് പകരം മലയാളികൾ നെഞ്ചിൽ കുറിച്ചിട്ട മറ്റൊരു പേരാണ് ഇന്നസെൻ്റ്. ആ ചിരി മാഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുന്നു. 1972 തുടങ്ങിയ നടനയാത്ര പിന്നീട് 750-ലധികം ചലച്ചിത്രങ്ങളിൽ വേഷമിടാൻ വഴിയൊരുക്കിയപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് അനശ്വരമായ ഒട്ടനേകം കഥാപാത്രങ്ങളാണ്. റാംജി റാവ് സ്പീക്കിങ്ങിലെ മത്തായിച്ചനെയും കല്യാണരാമനിലെ പോഞ്ഞിക്കരയെയും കിലുക്കത്തിലെ കിട്ടുണിയെയും ഒന്നും അത്ര പെട്ടെന്ന് നമുക്ക് മറന്നു കളയാൻ പറ്റില്ല. ജീവിതത്തിലെ സങ്കീർണമായ പല അവസ്ഥാന്തരങ്ങളെയും തനതായ രീതിയിൽ അവതരിപ്പിച്ച് ആ കഥാപാത്രങ്ങൾക്ക് ആക്കം കൂട്ടാൻ ഇന്നസെൻ്റ് എന്ന അതുല്യ പ്രതിഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഥയുടെ തുടക്കം മുതൽ നമ്മെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന വിനോദയാത്രയിലെ തങ്കച്ചൻ എന്ന കഥാപാത്രം വിനോദിനോട് തൻ്റെ മകൾക്ക് സംഭവിച്ച ദുരന്തത്തെപ്പറ്റി പറയുന്ന രംഗങ്ങളിലൊക്കെ തങ്കച്ചനോടൊപ്പം വിലപിക്കാത്ത മലയാളി പ്രേക്ഷകർ ചുരുക്കമായിരിക്കും. അതുപോലെ ഹിറ്റ്ലർ സിനിമയിലെ നിസ്സഹായനായി നിൽക്കുന്ന ആ അച്ഛൻ കഥാപാത്രം അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിലും പ്രകടനം കൊണ്ട് മികച്ചു നിന്ന ഒന്നു തന്നെയായിരുന്നു. പലതവണ അപമാനിതനായിട്ടും സ്വന്തം മക്കളാൽ അവഗണിക്കപ്പെട്ടപ്പോഴുമെല്ലാം അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച, മനസ്സിൽ അളവറ്റ സ്നേഹം മാത്രമുള്ള ഒരച്ഛനെ അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നു. അങ്ങനെ ഒട്ടനേകം കഥാപാത്രങ്ങൾ സമ്മാനിച്ച അദ്ദേഹം മികച്ച ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ രസകരമായ പുസ്തകത്തിൽ എഴുതി ആളുകളെ ആസ്വാദനത്തിൻ്റെ നെറുകയിലെത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ത്രോട്ട് ക്യാൻസർ മൂലം ആശുപത്രിയിലായിരുന്ന സമയത്തെ സംഭവ വികാസങ്ങളെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം അങ്ങേയറ്റം ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. 2020 മികച്ച ഹാസ്യരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിൻ്റെ ഇരിഞ്ഞാലക്കുടയ്ക്ക് ചുറ്റും എന്ന പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട്. ജീവിതാനുഭവങ്ങൾ മാത്രം കൂട്ടിച്ചേർത്ത് അതിനെ ഹാസ്യത്തിൽ ചാലിച്ച് അദ്ദേഹം 7ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിലും ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 1989 രണ്ടാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മഴവിൽക്കാവടി എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. 81 വിട പറയും മുൻപേ, 82 ഓർമ്മയ്ക്കായി, ഈ 2 ചിത്രങ്ങളും മികച്ച ചിത്രങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിരുന്നു. ഇന്നസെൻ്റ് ആണ് ഈ 2 മികച്ച ചിത്രങ്ങളുടെയും നിർമ്മാതാവ്. 2013 വനിതയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി. ഒരു സിനിമാ നടൻ എന്നതിലുപരി രാഷ്ട്രീയത്തിലും തൻ്റേതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാൻ ഈ കാലയളവിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്കായാലും അത്തരം പദവികളുടെ അലങ്കാരം ഇല്ലാതിരുന്ന സമയത്താണെങ്കിലും വെറും ഒരു സാധാരണക്കാരനായി അദ്ദേഹം ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. എത്ര ലളിതമായും സുതാര്യമായുമാണ് ആ നാടിൻ്റെ വികസനങ്ങളും നമുക്ക് നേടാനായ നേട്ടങ്ങളും ജനസമക്ഷം അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. സ്ത്രീകൾ, കുട്ടികൾ, യുവജനങ്ങൾ എന്നിങ്ങനെ ഓരോരുത്തരിലും ഹൃദയം തൊട്ടറിഞ്ഞ വ്യക്തിബന്ധമായിരുന്നു ആ മഹാപ്രതിഭയുടെ ഏറ്റവും തിളക്കമാർന്ന മുഖമുദ്ര. അലിവും കരുതലും നിറച്ച് ഒരാളെപ്പോലും ആ ഹൃദയം ചേർത്ത് പിടിക്കാതിരുന്നിട്ടില്ല. ഇന്നസെൻ്റ് ഇല്ലാത്തൊരു തിരഞ്ഞെടുപ്പ് ചാലക്കുടിക്ക് തീരാ നൊമ്പരമായി തുടരുമെങ്കിലും നാളിതുവരെ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനെ അനശ്വരനായി നിലനിർത്തും എന്നത് തീർച്ച.